ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്, അതുപോലെ തന്നെ രാത്രികാല ചിന്തകൾ, അതുപോലെ തന്നെ അവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഓഫർ ടൈം ആണ് കേട്ടോ. അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഓക്കെ, അവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ബ്ലോക്ക്ഡ് ആണ്. അവർക്കിപ്പോൾ വരാൻ സാധിക്കില്ല, ഇപ്പം നിങ്ങളടുത്തോട്ട് വരാൻ പറ്റില്ല. അതുപോലെ സത്യങ്ങളൊന്നും തന്നെ ഇപ്പം നിങ്ങളെ അറിയിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളടുത്ത് പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അവർ നിങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട്. ഈ സിറ്റുവേഷൻസ് കാരണമായിട്ട് എന്തിനാണ് നിങ്ങൾ ഇവരിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മാറിയത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇതിൽ തോറ്റുപോയി, റിലേഷൻഷിപ്പിൽ തോറ്റുപോയി എന്നുള്ളത് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് ചില പാസ്റ്റിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ചെറുപ്പത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമ പോലെയൊക്കെ പല കാര്യങ്ങളും നിൽക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പം അവർക്ക് അതിപ്പം റിലേഷൻഷിപ്പിൽ അവർക്ക് എഫക്റ്റ് ആവുകയാണ് എന്നുള്ളത് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് പാസ്റ്റിൽ അവർക്ക് കുറേ ട്രോമ പോലത്തെ കുറേ അനുഭവങ്ങളുണ്ട്, അതൊക്കെ ഇപ്പം എഫക്റ്റ് ആവുകയാണ്, അല്ലെങ്കിൽ ഇപ്പോഴാണ് അവർക്ക് അതൊക്കെ ഫീലായി തുടങ്ങിയേക്കുന്നത്. ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. ഇപ്പം അവരെ നിങ്ങളിപ്പോൾ എങ്ങനെയാണ് കാണുന്നത് എന്നറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് വരുന്നുണ്ട്. ഇനി അവരുടെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകൾ? പേജ് ഓഫ് പെൻഡക്കിൾ ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണിത്. ഒരുപാട് ചിന്തിക്കുന്ന ഒരു കാർഡാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പം അവർ ഉള്ളിൽ ഒരുപാട് ഇങ്ങനെ ആലോചിച്ചിരിക്കുക, ഒരുപാട് ചിന്തിക്കുന്ന ഒരു കാർഡാണ്. അതുപോലെ നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താലോ, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം ഇൻഫോം ചെയ്യാനുണ്ടെങ്കിൽ, അത് ഇപ്പം നമ്മളവിടെ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. അവർ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് പല സത്യങ്ങളും ഇപ്പം നിങ്ങളടുത്ത് പറയാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ അവർ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഇൻഫോം ചെയ്താലോ എന്നുള്ളത് അവർ ലേറ്റ് നൈറ്റ് വിചാരിച്ചിട്ടുണ്ട്. ഒരുപാട് ചിന്തിക്കുന്നതിനനുസരിച്ച് തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ആയി പോവാണ്. ആ രീതിക്ക് അവർ നിങ്ങളെ ചിന്തിക്കുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അവർ ഇമോഷണലി ബാലൻസ്ഡ് ആയി ഇരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാണ്. അവർക്ക് വളരെ ഇമോഷണലി നിങ്ങളടുത്ത് അവർ കണക്റ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അതായത് ഒരുപാട് ഇമോഷൻസ് അവർക്ക് നിങ്ങളടുത്ത് തോന്നുകയാണ്. ഓക്കെ, കുറേ ഫീലിങ്സ് തോന്നുന്നുണ്ട്. അതിനൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ, റൊമാൻറ്റിക് ആയിട്ടുള്ള എനർജി വരുന്നുണ്ട്. എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് കൺട്രോൾ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. രാത്രിയാവുന്ന സമയത്ത് അവർക്ക് കൺട്രോൾ ഇല്ലാത്ത ഫീലിങ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമോഷണലി ഉള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക, അങ്ങനെയുള്ള ഒരു എനർജി ഉണ്ട്. ഹയറോഫൻ്റ് ആണ്. നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് തരുന്നതിനെ കുറിച്ചിട്ട് ആലോചിക്കുക. മാരേജിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മാരേജിനെ കുറിച്ചിട്ട് അവർ ആലോചിക്കുക. അങ്ങനെയുള്ള ഒരു ലൈഫ് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന. ഫോർഗീവ്നെസ് കാണിക്കുന്നുണ്ട്, ട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഇവരുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ലൈഫ്, ഓക്കെ, അത് ഏത് രീതിക്കാണോ ആ രീതിക്കുള്ള ഒരു കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടിയിട്ട് അവർ ആലോചിച്ചിട്ടുണ്ട്. സിക്സ് ഓഫ് പെൻഡക്കിൾ ആണ്. ഇതൊരു ഷെയറിംഗ് കാർഡാണ്.
ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ തരണം. അത് ഫിനാൻഷ്യലി, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളത്, ഗിഫ്റ്റായിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഗിഫ്റ്റ്സ് പോലെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചന. ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്താലോ ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എഗെയിൻ അവർക്ക് ഒരുപാട് ഫീലിങ്സ് തോന്നുന്നുണ്ട്, ഒരുപാട് നിങ്ങളുടെ അടുത്ത് ഇമോഷണലി കണക്ട് ആവുന്നതാണ്. അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ചില മെമ്മറീസുകൾ ഭയങ്കരമായിട്ട് കടന്നു വരിക. നിങ്ങൾ കെയർ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പിലെങ്കിൽ, അതൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് നിങ്ങൾ ഭയങ്കര കംഫർട്ടാണ്, അല്ലെങ്കിൽ അവരത്രത്തോളം സ്നേഹത്തിന്റെ കാര്യങ്ങൾ നിങ്ങൾ അവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. ത്രീ ഓഫ് പെൻഡക്കിൾ ആണ്. അപ്പൊ ത്രീ ഓഫ് പെൻഡക്കിൾ എന്ന കാർഡ് നിങ്ങളുടെ കൂടെ പല കാര്യങ്ങളും ബിൽഡ് ചെയ്തെടുക്കാനുള്ള ചിന്തയാണ്. അതായത് കമ്മിറ്റ്മെന്റ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ഡ്രീം ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും പരസ്പരം റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പല സ്വപ്നങ്ങളും നെയ്തു കൂട്ടിയിട്ടുള്ള ആളുകളാണെങ്കിൽ അതൊക്കെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ആ ഒരു ഗോൾസ് നേടിയെടുക്കണം എന്നുള്ള രീതിയിൽ അത് ചിന്തിച്ചിട്ടുണ്ട്, ആ ഒരു കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടിയിട്ട്. ചാരിയറ്റ് കാർഡ് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. അവർക്ക് നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് വരാൻ, ഇപ്പൊ ബ്രേക്കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്മൂത്ത് ഗോയിങ് അല്ലാന്നുണ്ടെങ്കിൽ പ്രപ്പോസ് ചെയ്ത് വരാൻ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒന്നും കൂടി വരാൻ വേണ്ടിയിട്ട് ഒരു മാരേജ് പ്രപ്പോസൽ പോലെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതിലൊരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അവരതിൽ കെയർലെസ് ആയി പോവാണ്. അതുപോലെ അവര് അത്ര അങ്ങോട്ട് എനർജറ്റിക് അല്ല ആ ഒരു തീരുമാനം എടുക്കാൻ. ഇപ്പം അവരുടെ ലൈഫിൽ എന്താണോ അതിൽ നിൽക്കുകയാണ്, അതിലൊരു ഡിസിപ്ലിൻ കൊടുത്ത് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊരു ബ്ലോക്ക്ഡ് ആണെന്നുള്ളത് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നമ്മൾ കണ്ടായിരുന്നു. സോ അതുകൊണ്ട് ആ ഡിസിഷൻ എടുത്ത് വരാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷെ ആ ഒരു കാര്യത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. സൺ കാർഡാണ് വന്നിട്ടുള്ളത്. വളരെ പോസിറ്റീവാണ്. സെലിബ്രേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സക്സസ്, റീബർത്ത്, ഹാപ്പിനെസ്, ഇതെല്ലാം അവർ ഡ്രീം ചെയ്യുന്നുണ്ട്. അവരിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓക്കെ, ഇതിങ്ങനെ ഈ തരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും കൂടി റിയൂണിയൻ ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, അതൊരു ഹാപ്പിനെസ് എങ്ങനെയായിരിക്കും, ഇത്രയും നാളും കൊടുക്കാത്തൊരു സ്നേഹം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അതിന്റെ ഹാപ്പിനെസ് എങ്ങനെയായിരിക്കും, അതൊരു റീബേർത്ത് ആയിരിക്കില്ലേ എന്നൊക്കെ രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട്. അതൊരു റിയൂണിയൻ പോസിബിലിറ്റിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നതാണ്. ജഡ്ജ്മെന്റ് ആണ് വന്നിട്ടുള്ളത്. ഇതും എഗെയിൻ റീബർത്തിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുന്നതാണ്. അതായത് പുതിയ തരത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ പാസ്റ്റിനെ പാസ്റ്റ് തന്നെ ആക്കിയിട്ടിട്ട് പുതിയതായിട്ട് ഒരു റീബർത്ത് സംഭവിക്കുക. ഓക്കെ, ഒരു പുതുജന്മം എന്നൊക്കെ പറയുന്നത് പോലെ പഴയൊരു ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ പഴയ രീതിയിൽ അവരുടെ ഒരു ബിഹേവിയർ എല്ലാം ചേഞ്ച് ആയിട്ട് വളരെ പോസിറ്റീവായിട്ട് വരുന്ന ഒരു എനർജി. അപ്പൊ അത് അവർ ആലോചിക്കുകയാണ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ചേഞ്ച് എന്നുള്ളത്. നിങ്ങളടുത്ത് ഫോർഗീവ്നെസ്, നിങ്ങളടുത്ത് അവർ ക്ഷമ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്കിപ്പം ഒരു അവേക്കനിങ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ അവർക്ക് ബോധം വരാനുണ്ട് എന്നുള്ളത് അവർ സ്വയം ഇരുന്ന് റിയലൈസ് ചെയ്യുന്നുണ്ട്. സെവൻ ഓഫ് സോർട്സ് ആണ്. നിങ്ങളടുത്ത് അവരെ ആക്ട് ചെയ്തിട്ടുള്ള കാര്യം, നിങ്ങളടുത്ത് അവർ ഫ്രോഡ് പോലെ കളിച്ചിട്ടുള്ള കാര്യങ്ങൾ, ട്രിക്ക് ഉപയോഗിച്ചിട്ടുള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ആലോചിക്കുന്നുണ്ട്. അതായത് അവർ ചെയ്തിട്ടുള്ള ചില മിസ്റ്റേക്കുകൾ, ഓക്കെ, അവർ നിങ്ങളടുത്ത് ചെയ്തിട്ടുള്ള കള്ളത്തരങ്ങൾ, ആക്ടിങ് പോലെ ഇങ്ങനെ അഭിനയിക്കുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പിന്നെ കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾ തമ്മിൽ കുറയാനുള്ള റീസൺ ഈ പേഴ്സൺ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിക്കേറ്റ് കുറയാനുള്ള കാരണം എന്താണ്, ഇതൊക്കെ അവർ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ ആണ്. ഇനി ഹാർഡ് വർക്ക് ചെയ്യാം, ഇനി പഴയതുപോലെയല്ല, ഇനി ഹാർഡ് വർക്ക് ചെയ്യാം. വളരെ പോസിറ്റീവ്, അല്ലെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ഗ്രോത്ത് ഉണ്ടാകും.
ഇതിൽ നല്ലൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകും, പോസിറ്റീവായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ളത് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിനർത്ഥം ഇവർ പാസ്റ്റിൽ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം. 4 ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പൊ റെസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവര് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പൊ ഒരു നൈറ്റ് മുഴുവൻ കിട്ടുകയാണെങ്കിൽ അതിൽ ഉറങ്ങുന്ന ഒരു ടൈം വരെ, അല്ലെങ്കിൽ ഉറക്കമില്ലാതെ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാൻ ചെയ്യാണ്, ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാണ് അവര്. 10 ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫൈനൽ കാർഡാണ്. ഇതൊരു ഡിവൈനിങ് ലവ് ആണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നുന്നത്, ഒരു പ്രത്യേകതരം അട്രാക്ഷൻ ഒക്കെ നിങ്ങളുടെ അടുത്ത് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആരോടും തോന്നാത്തൊരു ഇഷ്ടം എന്തുകൊണ്ടാണ് തോന്നുന്നത് എന്നൊക്കെയുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുള്ള ഒരു ലൈഫ് അവർ ആഗ്രഹിക്കുന്നുണ്ട്, അതായത് ഒരു ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ എന്നുള്ള രീതിയിൽ. അപ്പം അത് ഹാപ്പിനെസ് ആയിരിക്കും, അവർക്ക് ഇന്നർ ഹാപ്പിനെസ് അത് കൊടുക്കും. സോ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജ് പോലത്തെ കാര്യങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫാമിലി പോലെ അത് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഡിവൈനിങ് ലവ് ആണോ എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട്. സ്നേഹത്തിന്റെ കാർഡാണിത്. ബോട്ടം ഓഫ് ദ ഡെക്ക് 3 ഓഫ് സോർട്സ് ആണ്. ഇത് ഭയങ്കരമായിട്ടും ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഇമോഷണൽ പെയിൻ ഉണ്ടാവുക, ഭയങ്കരമായിട്ടുള്ളൊരു സഫർ ചെയ്യുന്നത് പോലെയാണ് കാണിച്ചു തരുന്നത്. ഇങ്ങനെ ബ്രേക്കായി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഭയങ്കര അപ്സെറ്റ് ആണ്, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്, ഡിലേ ആണ്. അവരെടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ ഭയങ്കര ഡിലേ ആയി പോവാണ് ഇങ്ങനെ ഒരു ഹാർട്ട് ബ്രേക്ക് അനുഭവിക്കുമ്പം, അല്ലെങ്കിൽ ഇങ്ങനെ സഫർ ചെയ്യുന്ന സമയത്ത്. അതായത് ചില കാര്യങ്ങൾ ഓർക്കുമ്പം അവർക്ക് തന്നെ ഭയങ്കരമായിട്ട് സങ്കടം വരിക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു പെയിൻ ഉണ്ടാവുക, കണ്ണൊക്കെ നിറയണ ഒരു അവസ്ഥ, അങ്ങനെ ഒരു അവസ്ഥയാണിത്. ഓക്കെ, ലവേഴ്സ് കാർഡ് ഉണ്ട്, റൊമാൻറ്റിക് എനർജി ഉണ്ട്. അപ്പം അവർ ഭയങ്കരമായിട്ടും നിങ്ങളെ മിസ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് തോട്ട്സിനെ ക്യാരി ചെയ്ത് നൈറ്റ് ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതാണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.